എനിക്ക് പണ്ട് പിന്നെ ഒരു കൊക്ക കിട്ടിയിട്ടുള്ള ശീലമില്ല. നിന്നോട് കെട്ടാൻ പറയുന്നു. ഇത് എങ്ങനെയാ കെട്ടേണ്ടത് തന്നെ? അങ്ങനെയാ കെട്ടണ്ടത്. കുട്ടിയോക്ക് ഇത് വരെ ഏന് കെട്ടാനാണ്. ഞാൻ ചക്കക്ക് കൊക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ 100 കെട്ടിയെടുക്കും. അനക്കൊന്നും ഒരു സാധനം എന്റെ മോളിപ്പോ എത്ര കെട്ടിയാ വേണ്ടി ചക്ക കൊക്ക കിട്ടി എന്റെ പൊങ്ങളൊക്കെ അങ്ങനെ നമ്മളെ പൈസയിൽ അമ്മായി സുജാത അമ്മായി എത്ര അകത്തുനിന്ന് ചക്കയും പരിക്കും തേങ്ങയും പരിക്കും. അങ്ങനെ പോകണം. അതൊരു കഴിവ് തന്നെയാണ് കേട്ടോ. നമുക്കൊന്നാവില്ല. ഞാൻ പറയും അമ്മായിയോട് അമ്മായി പരിക്കുന്ന എനിക്കറിയില്ല. അമ്മായി ഒരു കെട്ടും കൂടെ കൊട്ടും. ഇതെല്ലാം വെറുതെ ഞാൻ വെറുതെ കിട്ടുന്ന എന്താവുന്നു എനിക്കൊന്നുമില്ല. 3-4 അതന്നെ പറഞ്ഞ അങ്ങനെ വേണം പോലും. പെണ്ണുങ്ങളായാലും അങ്ങനെ എന്നാ പറഞ്ഞ നമ്മളെ പോലെ മന്ന ബുദ്ധിനെ പോലെ അയച്ച് ആരും കൊണ്ടത്തിട്ട് തിന്നാൻ അറിയാം മാത്രം. വേറെ ഒരു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നു. നോക്ക് നോക്ക് എനിക്ക് അങ്ങനെയല്ലേ ഒത്തുപിടിച്ചാ മരിയും പോരുന്നല്ലേ. അതെ ശരിയാന്ന്. പക്ഷെങ്കില് ആ മുരിങ്ങനെ പൂ വലിക്കാനെന്ന് വിചാരിച്ചാണ് ഈ കഷ്ടപ്പാട് തേച്ച് അതിങ്ങനെ ഓരോന്ന് പറിച്ച് എടുത്തിട്ടുണ്ടല്ലോ. മുട്ടപ്പൊരി പോലെ ഉണ്ടാവുമല്ലോ. ഒട്ടുമില്ല. നീ മഞ്ഞ ഇങ്ങനെ പൊരികളെ കുറിച്ച് ആക്കല്ല. കല്ലുമ്പിളിക്കൈനാണേ പിന്നെ കൊല കൊലയായിട്ടിങ്ങനെ അങ്ങനെ അങ്ങനെ ഉണ്ടാവുമ്പോ വർക്കല് മുരിങ്ങ അങ്ങനെ കിട്ടി. പ്ലേറ്റ് എടുത്തിട്ടുമ്പോ പഠിച്ചിട്ടുണ്ട്. ഒരു കൊല ചപ്പ് ഇത് കളയണ്ട ഞാൻ വെച്ചിട്ടാണ്. ഇത് നല്ല വൃത്തി കളയണം. ഇതിനകത്ത് പ്രാണിയും പുഴുവും ഉണ്ടാവും. അതെല്ലാം കളഞ്ഞിട്ട് നല്ല മുട്ട വറുത്ത പോലെ ഉണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഇതാണ് നോക്കതാ. മുരിങ്ങക്കായ് ഉണ്ടാകുന്നില്ല. ഇത് ഒരു പാട് കായ് ഉണ്ടാവും കേട്ടാ. കണ്ടില്ലെങ്കിൽ കൺപൂട്ടു. ഇത് കാണാണ്ട് വരയ്ക്കുന്നില്ല നമ്മള്. ആ ചപ്പും കൂടിയിട്ട് ഇതാക്കണം. എന്നല്ല എന്നാ പറയണ്ടേ കുട്ടിപ്പോലെ വേണം. നല്ല നിങ്ങൾക്ക് പൂവ് പറങ്ങുപോയി. എനിക്ക് ചപ്പു രണ്ടാക്കുപോയല്ലേ. ഞാനെന്നാ രണ്ടായി നിങ്ങൾ പൂവാറ വെച്ചിന്. അത് പറ്റില്ല. കൊക്ക ഞാനാ വെട്ടിന്. പിന്നെ അതെല്ലാം കൂടെ കൊണ്ടുപോയി ആരക്കിന്റെ അല്ല ഈ കൊക്ക കെട്ടാൻ എത്ര കഷ്ടപ്പെട്ടിന്. ഇതെന്താണ്? ഇതിലേതാ? അത് ശരിയാവില്ല. എന്റെ ആരോഗ്യം കൊണ്ട് വരച്ചാതാ. ഇതിന്റെ അത് ശരിയാവില്ല. ഞാൻ ഈ പൂ കേട്ടാ ഞാൻ ഇതെടുത്തിട്ട് ഞാനിത് കൊടുത്തിട്ട് പോക്കായി എനക്ക് വേണ്ട. നിങ്ങൾ കൊണ്ടുകൊടുക്കും. നിങ്ങൾ വന്നിട്ടെങ്കിൽ എനക്കൊരു സമാധാനമായി. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനക്ക് വേണ്ട. പോടെ പോയിട്ട് മടങ്ങി വരുന്നേ. ഞാനും തിന്നാത്തോറും നീയും തിന്നാത്തോറും പിന്നെ ഞാൻ നിശ്ചരായത് വേണ്ട. ഞാൻ നാടെ ചിന്തിക്കാൻ വിചാരിക്കുന്നതാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ഒരു ഒത്തൊരുമയല്ലേ വേണ്ടത്. വേണ്ട നമുക്ക് രണ്ടാൾക്ക് പകുതി എടുക്കാം. ഇല്ല നീ ഓളന്ന് ചപ്പ് തേച്ചോളായി. അവൾ എടുത്തോട്ട് വേണ്ട. നമുക്ക് കുറച്ച് ചപ്പ് വേണമെങ്കിൽ എടുത്തോ. കുഴപ്പമില്ല. നിങ്ങൾ അന്നേരം പറഞ്ഞു ഞാൻ എനിക്ക് പൂ വേണ്ട. ഒരു കാര്യം ചെയ്യണേ. ഇത് നല്ല വൃത്തിയിലാക്കിയിട്ട് വാർത്ത ഞാൻ വൃത്തിയാക്കി തരാം.
നീ പത്തോ കേട്ടാ. എല്ലാം നല്ല വൃത്തിയിൽ നോക്കണേ ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ടോന്ന്. ഇവിടെ ഇരുന്നിട്ടാകുമ്പോൾ ഇങ്ങനെ കുറച്ച് ലോങ് വീഡിയോ ആയിക്കോട്ടെ. പൂവ് ഉണ്ടാ ഇതാരെങ്കിലും ഇങ്ങനെ ആരെങ്കിലും പൊട്ടിക്കുവാ? ഒരു മുരിങ്ങേൻ്റെ മേലെയുള്ള പൂവ് ഒരാളും പൊട്ടിക്കൂല, നമ്മളെ പൊട്ടിക്കൂലോ. എന്നുവെച്ചാൽ അത് മുരിങ്ങാക്കായി എത്ര കായ് ഉണ്ടാവും എന്നറിഞ്ഞാ. പക്ഷെ അതൊന്നും നമ്മൾ ചിന്തിക്കണം. കണ്ടിട്ടുണ്ടെങ്കിൽ വെച്ചക്കൂല, കലമ്പൂട്ടുന്നല്ലോ കാണാണ്ട് പൊട്ടിച്ചെന്ന്. എന്നാ പിന്നെ ആത്ത് പോട് വേഗം കൊണ്ടച്ചോ. ഇങ്ങ് വരുമ്പോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പണി അടുക്കുന്നേം ചെയ്യും. അത് ശരി തന്നെയാണ്. നമ്മളെ ഇത് പൊട്ടിക്കൂലും വേറെ ഒരാളും പൊട്ടിക്കൂല. നിങ്ങളാരെങ്കിലും ഇങ്ങനെ പൊട്ടിക്കലുണ്ടാ? പൊട്ടിക്കുന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് കമന്റ് ആയിട്ട് വെക്കണം കേട്ടാ. നാളെ നമ്മൾ കുഞ്ഞു വീഡിയോ ആയിട്ട് നല്ല വരാം.